വിൻ്ററിൽ എന്നെ ഹെൽപ്പ് ചെയ്ത 3 മോയ്സ്ചറൈസറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്സ് സ്റ്റൈലിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. ഇതാണ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന മോയ്സ്ചറൈസർ. പക്ഷേ വിൻ്ററിൻ്റെ ഡ്രൈനെസ് കൂടും തോറും എനിക്കൊരു ഹൈഡ്രേഷൻ പോരാതെ വന്നു. ഇതിൽ പ്ലംബ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ്, അതുപോലെ അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയുമാണ്. ഇതിന് റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 400 ആണ് വരുന്നത്. അങ്ങനെ ഈ ഡ്രൈനെസ് പോരാതെ വന്നപ്പോൾ ഞാൻ ചൂസ് ചെയ്ത മോയ്സ്ചറൈസറാണ് സെറാവിയുടെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് വന്നിട്ട് സെറമൈറ്റ്സ് ഒക്കെയുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു മോയ്സ്ചറൈസറാണ്. എന്തുകൊണ്ടും വിൻ്റർ ടൈമിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, ബോത്ത് ഫോർ ഓയിലി കോമ്പിനേഷൻ ആൻഡ് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് സെറാവിയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. ഈ ഒരു ട്യൂബിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്, നല്ല മോയ്സ്ചറൈസറിങ് ആണ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷുമാണ്. ഞാൻ വിൻ്റർ അല്ലാത്ത ടൈമിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത തേർഡ് മോയ്സ്ചറൈസറാണ് വാസലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ മുതൽ എനിക്കുള്ളൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ ഇതുവരെ അറിയാതെ പോയത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നവരെയും ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്കിൻ കൺസേൺസ് കുറേ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് എനിക്ക് കിട്ടിയൊരു പ്രോഡക്റ്റാണിത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നവരെ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓൾറെഡി ലോഞ്ച് ചെയ്തതുമാണ്, പക്ഷേ ഞാനിത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, വാസലിൻ എന്നാണല്ലോ ഇതിൻ്റെ പേര്, സോ അതൊരു പെട്രോളിയം ജെല്ലി പോലെയൊക്കെ ആവുമെന്ന് എനിക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഇത് യൂസ് ചെയ്ത ആരും എനിക്ക് അറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടുമില്ല. അപ്പം അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഫുഡിലൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും എന്നെപ്പോലെ വിൻ്ററിൻ്റെ ഡ്രൈനെസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പഠിക്കാൻ പറ്റുന്ന 3 പ്രോഡക്റ്റ്സാണിത്.